നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അർജന്റീനയുടെ യുവ സൂപ്പർ താരം തിയാഗോ അൽമേഡയുടെ ഭാവി അനിശ്ചയത്തിലാവുന്ന സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സൂപ്പർ താരം കളിച്ചുകൊണ്ടിരുന്നത് ഫ്രഞ്ച് ക്ലബ്ബ് ഒളിമ്പിക് ലിയോണിലാണ്. ആ ഒളിമ്പിക് ലിയോണിനെ ഇപ്പോൾ റെലഗേറ്റ് ചെയ്തിട്ടുണ്ട്. സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം അവരെ റെലഗേറ്റ് ചെയ്തിരിക്കുന്നു. ഒഫീഷ്യലായിട്ട് അക്കാര്യം വന്നു കഴിഞ്ഞു. ഇനി അവർക്ക് അപ്പീൽ കൊടുക്കുക. അതിലെന്ത് സംഭവിക്കും എന്നുള്ളത് കണ്ടറിയണം. നമ്മൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് കാര്യകാരണങ്ങൾ സഹിതം വീഡിയോ ചെയ്തിട്ടുണ്ട്. ഏതായാലും അങ്ങനെ സംഭവിക്കുന്നതോടുകൂടി ലീഗ് 2-ൽ കളിക്കുന്ന ഒരു അവസ്ഥ തിയാഗോ അൽമേഡയ്ക്ക് വരും. അതിനെന്തായാലും താരം നിൽക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ താരം എങ്ങോട്ട് എന്നുള്ള കാര്യമാണ് ഇനി അറിയേണ്ടത്. അതിനെന്തു വേണമെന്ന ചോദ്യവുമുണ്ട്. നിലവിൽ അദ്ദേഹം ഒളിമ്പിക് ലിയോണിലാണ് കളിക്കുന്നതെങ്കിലും അദ്ദേഹത്തിൻ്റെ പാരന്റ് ക്ലബ്ബ് ബ്രസീലിയൻ ക്ലബ്ബായിട്ടുള്ള ബൂട്ടഫാഗോയാണ്. ബൂട്ടഫാഗോയിൽ നിന്ന് ലോണിലാണ് അദ്ദേഹം ഇപ്പോൾ ലിയോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ വെലസ് സാർസ്ഫീൽഡിലൂടെ തൻ്റെ സീനിയർ കരിയർ ആരംഭിച്ച താരം പിന്നീട് അറ്റ്ലാന്റ യുണൈറ്റഡിലാണ് കളിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് അദ്ദേഹത്തിന് യൂറോപ്പിൽ പോകണം എന്നുള്ളതായിരുന്നു ആഗ്രഹം, താല്പര്യം. പക്ഷേ യൂറോപ്പിൽ നിന്ന് അങ്ങനെയുള്ളൊരു ഓഫറുകളൊന്നും വരാത്തതുകൊണ്ട് ബ്രസീലിയൻ ക്ലബ്ബായിട്ടുള്ള ബൂട്ടഫാഗോയിലേക്ക് പോവുകയായിരുന്നു. ബൂട്ടഫാഗോയുടെ ഓണർ തന്നെയാണ് ഒളിമ്പിക് ലിയോണിൻ്റെയും ഓണർ. അപ്പോൾ അവർ തമ്മിലുള്ള എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ബൂട്ടഫാഗോയിൽ ഒരു സീസൺ കളിച്ചിട്ട് അദ്ദേഹത്തെ യൂറോപ്പിലേക്ക് വിടാം, ഒളിമ്പിക് ലിയോണിലേക്ക് വിടാം. അതുവഴി അദ്ദേഹത്തിന് യൂറോപ്പിലേക്കുള്ള വാതിലുകൾ തുറക്കപ്പെടുമെന്നുള്ളതായിരുന്നു. അങ്ങനെയാണ് 2025 അദ്ദേഹം ഒളിമ്പിക് ലിയോണിലേക്ക് ജോയിൻ ചെയ്തതും അവിടെ അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്നതും. ഈ ജനുവരി മുതൽ അദ്ദേഹം അവിടെയാണ് കളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആ ക്ലബിനെയാണ് റെലഗേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിലവിലൊരവസ്ഥയിൽ ബൂട്ടഫാഗയുടെയും ഒളിമ്പിക് ലിയോണിൻ്റെയും ഒക്കെ ഓണറായിട്ടുള്ള ജോൺ ടെക്സ്റ്റർ പറയുന്നത് തിയാഗോ അൽമേഡയെ വിൽക്കാൻ അദ്ദേഹം തയ്യാറാണ് മറ്റ് ക്ലബ്ബുകൾക്ക്. പക്ഷേ അതിന് ഹ്യൂജ് എമൗണ്ട് കൊടുക്കണം. 40 മില്യൺ യൂറോയാണ് അദ്ദേഹത്തിന് വേണ്ടി ഇപ്പോൾ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഇക്കാര്യം TYC സ്പോർട്സിൻ്റെ ജേർണലിസ്റ്റ് ജർമൻ ഗാർസിയ ഗുറോവ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി ഏതെങ്കിലും ക്ലബ്ബ് ഇത്രയും തുക കൊടുത്ത് താരത്തെ കൊണ്ടുപോകാൻ തയ്യാറാവണം. അത് സംഭവിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അതുമാത്രമല്ല, ഇപ്പം അൽമേഡ ഇപ്പോൾ ബൂട്ടഫാഗോയുടെ താരമാണ്. ഒഫീഷ്യലി അദ്ദേഹം അവിടുത്തെ ലോൺ എൻഡ് ചെയ്യുകയാണെങ്കിൽ തിരിച്ച് ബൂട്ടഫാഗോയുടെ താരമാകും. എന്നിട്ട് എന്ത് സംഭവിക്കുന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. പിന്നെ ടാഗ്ലിയാഫിക്കോയുടെ കാര്യം. ടാഗ്ലിയാഫിക്കോ ഫ്രീ ഏജൻ്റ് ആവുകയാണ്. സോ ഈ രണ്ട് താരങ്ങളുടെ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.